എപ്പിസോഡ് ആരംഭിക്കുന്നത് താഴെ തളർന്നു കിടക്കുന്നവർ ചിരിച്ചുകൊണ്ട് ജിന്നിനോട് ഇതിന് മറുമരുന്നൊന്നുമില്ല എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ്. അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഹുവൈൻ തൻ്റെ വാളെടുത്ത് ജിന്നിൽ നിന്ന് അല്പം മാറി നിന്ന് താഴെ കിടക്കുന്നവരുടെ കഴുത്തറുത്ത് കൊല്ലുന്നു. അപ്പോഴേക്കും അവൻ്റെ ശരീരത്തിലെ മരുന്നിൻ്റെ പ്രവൃത്തി കാരണം അവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. അവൻ അവിടെ നിന്ന് ആടി ആടി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. പിന്നാലെ തന്നെ ജിന്നും. മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങിയതും അവന് തൻ്റെ ദേഹം ചൂടെടുക്കുന്നതായി തോന്നി അവൻ ഇട്ടിരുന്ന ഡ്രസ്സ് അഴിച്ചു മാറ്റുന്നു. ഇത് കണ്ടുകൊണ്ട് ജിൻ അവനെ തടഞ്ഞുകൊണ്ട്, മിസ് ജാങ്, ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ആയത്? എന്നെ നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയത്? അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ മരുന്നില്ലാതാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് അവൻ പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ഹുവൈൻ ബാലൻസ് തെറ്റി താഴെ വീഴുന്നു. അവൻ്റെ മേലേക്ക് തന്നെ ജിന്നും വീഴുന്നു. എൻ്റെ ദേഹത്ത് വീണ ജിന്നിന് മനസ്സിലായി അതൊരു പെണ്ണല്ല ആണാണ് എന്ന്. അവൻ അത് ടെൻഷനോടെ ഹുവൈനോട് ചോദിക്കുകയും ചെയ്യുന്നു. തൻ്റെ ദേഹത്തിരിക്കുന്ന ജിന്നിനെ വലിച്ച് താഴെയിട്ട് അവൻ്റെ മുകളിലായി ഇരുന്നു കൊണ്ട് കൈ രണ്ടും ബലമായി പിടിച്ചു വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോ എന്ന് ജിന്നിനോട് അവൻ ദേഷ്യത്തിൽ പറഞ്ഞ് വീണ്ടും തറയിലേക്ക് കിടക്കുന്നു. ഹുവൈൻ മാറിക്കിടന്നത് കണ്ട് ജിൻ അവനിൽ നിന്ന് അല്പം മാറിയിരുന്നു കൊണ്ട് പേടിയോടെ അവനോട്, നീ എന്തിനാ മിസ് ജാങ് എന്നോട് കള്ളം പറഞ്ഞത് എന്ന് അവൻ പറയുന്നു. എന്നാൽ അവൻ നോക്കുമ്പോൾ ഹുവൈൻ മരുന്നിൻ്റെ പ്രവൃത്തി കാരണം കഷ്ടപ്പെടുന്നത് കണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി, എനിക്ക് നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഹുവൈനെ തൊടുന്നു. അപ്പോഴേക്കും ഹുവൈനിൽ മരുന്ന് പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. അവൻ ജിന്നിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു കൊണ്ട് അവനെ ബലമായി കിസ് ചെയ്യുന്നു. അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് ജിന്നിൻ്റെ അച്ഛൻ ജിന്നിനെ തനിച്ച് കാട്ടിലേക്ക് വിട്ടതിന് ചാവനെയും ബാവനെയും വഴക്ക് പറയുന്നതാണ്. ജിൻ 2 ദിവസമായി ഇവിടേക്ക് വന്നിട്ട്. അവനെ നിങ്ങൾ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് അയാൾ അവരോട് പറയുന്നു. എന്നിട്ട് അയാൾ തൻ്റെ ആളോട്, എൻ്റെ മകനെ ആരാണോ കണ്ടുപിടിച്ച് തരുന്നത് അവർക്ക് ഞാൻ പണം കൊടുക്കുമെന്ന് നിങ്ങൾ ഈ നാട്ടിലെ ആളുകളോടെല്ലാം പറയണമെന്ന് അയാൾ പറയുന്നു. എന്നിട്ട് ജാവോനോടും ബാവോനോടുമായി, നിങ്ങൾ എൻ്റെ മകനെ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ തീർച്ചയായും കൊല്ലുമെന്ന് അയാൾ അവരോട് പറയുന്നു. ഞങ്ങൾ മാസ്റ്ററിനെ തീർച്ചയായും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് ജിന്നിനെയാണ്. ജിൻ തൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. അവൻ എഴുന്നേറ്റ് മുറി മൊത്തം നോക്കി ജങ് എന്ന് വിളിച്ചതും അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത് അത് പെണ്ണല്ല, അവൻ തന്നെ ഇത്രയും നാളും പറ്റിച്ചതാണെന്ന്. ജിൻ ദേഷ്യത്തിൽ, അവനെ എന്തിനാ ഞാൻ വിളിക്കുന്നത്? എന്നെ ചതിച്ചതിന് ആ പണ്ടാരക്കാലനെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് കുറച്ച് സാധനങ്ങളുമായി ഒരു പെൺകുട്ടി കയറി വന്നത്. ജിൻ എഴുന്നേറ്റത് കണ്ട അവൾ അവനോട് ചിരിച്ചുകൊണ്ട്, നിങ്ങൾ എഴുന്നേറ്റോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭക്ഷണമെല്ലാം കൊണ്ടുവന്നത്. ഞങ്ങളുടെ മാസ്റ്ററായ ഹുവൈൻ നിങ്ങളെ നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ പറയുന്നത് കേട്ട ജിൻ, നിങ്ങളുടെ മാസ്റ്ററിൻ്റെ പേര് ഹുവൈൻ എന്നാണോ? അതെ എന്നവൾ മറുപടി പറയുന്നു. മാത്രമല്ല നിങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഈ 2 ദിവസവും നിങ്ങൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല എന്നും അവൾ പറയുന്നു. അവൾ പറയുന്നത് കേട്ട ജിൻ, എന്താ 2 ദിവസമോ? എൻ്റെ അച്ഛനും അമ്മയും എന്നെ കാണാതെ പേടിച്ചിട്ടുണ്ടാവും. നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ഞാൻ ഇവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞ് അവർക്കൊരു കത്തയക്കുമോ? മാത്രമല്ല എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ ആരെയെങ്കിലും ഇവിടേക്ക് പറഞ്ഞയക്കാനും പറയാമോ എന്ന് അവൻ ചോദിക്കുന്നു. അതിനെന്താ, ഞാൻ പറയാമല്ലോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോവാൻ നിന്നതും ജിൻ അവളോട്, അല്ല നിൻ്റെ മാസ്റ്റർ എവിടെയാ ഉള്ളേ, അവനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചതും അതിന് മറുപടിയായി അവൾ, ഞങ്ങളുടെ മാസ്റ്റർ എവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവൾ പോയതും, നിന്റെ ശരിക്കും പേര് ഹുവൈൻ എന്നാണല്ലേ? എന്നോട് ചെയ്തതിന് നിന്നോട് ഞാൻ പ്രതികാരം വീട്ടിയിരിക്കുമെന്ന് പറഞ്ഞ് സ്വയം ദേഷ്യത്തിൽ സംസാരിക്കുന്നു. ഇതേ സമയം ധ്യാനത്തിലിരിക്കുന്നുണ്ടായ ഹുവൈൻ ജിന്നുമായി നടന്ന കാര്യങ്ങൾ ഓർത്ത് അവൻ ധ്യാനത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നു. അവൻ്റെ ആളുകളിൽ ഒരാൾ അവിടേക്ക് വന്ന്, മാസ്റ്റർ, ജിൻ ഉണർന്നു, മാത്രമല്ല അവൻ്റെ അച്ഛന് ഇവിടെയാണ് അവൻ ഉള്ളതെന്ന് പറഞ്ഞ് കത്തയച്ചിട്ടുണ്ട്. അതിനാൽ അവനെ കൂട്ടിക്കൊണ്ട് പോകാനായി അവൻ്റെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട ഹുവൈൻ അവനോട്, അത് വിട്, ആ അക്കൗണ്ട് ബുക്കിൻ്റെ കാര്യം എന്തായി, അത് കിട്ടിയോ എന്ന് ചോദിക്കുന്നു. ഇല്ല മാസ്റ്റർ, ഇതുവരെ അത് കിട്ടിയിട്ടില്ല. ശരി, ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നും നീ എൻ്റെ അച്ഛനോട് പറയരുത്. എനിക്ക് എൻ്റേതായ ചില പ്ലാനുണ്ട്. അതിനവൻ ശരി മാസ്റ്റർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അവൻ നേരെ പോയത് ജിന്നിൻ്റെ റൂമിലേക്കാണ്. ജിൻ അവനെ നോക്കുന്നു. അപ്പോഴാണ് ജിൻ അവൻ്റെ അരയിലായി തൂക്കിയിട്ടിരിക്കുന്ന ലോക്കറ്റ് ശ്രദ്ധിച്ചത്. അല്ല, ഇത് നിനക്കുമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. അവനത് കേട്ടതും, നിങ്ങൾ എൻ്റെ ബ്രദറിനെ കണ്ടിരുന്നോ, അവനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് അവൻ ചോദിച്ചതും ജിൻ അതിന് മറുപടിയായി, നിൻ്റെ ബ്രദറോ? ഞാൻ അവനെ കണ്ടത് ദേഹത്തൊക്കെ ഒരുപാട് പരിക്ക് പറ്റിയ അവസ്ഥയിലാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മെഡിസിൻ ഞാൻ അവന് കൊടുത്തിരുന്നു, പക്ഷേ അവനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് എനിക്കറിയില്ല എന്ന് അവൻ പറയുന്നു. ജിൻ പറഞ്ഞത് കേട്ട അവൻ, എൻ്റെ ബ്രദർ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചതും ജിൻ അതിന് മറുപടിയായി, അവനെക്കുറിച്ച് നിനക്കറിയണോ? ശരി, എങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷേ എനിക്ക് നിൻ്റെ മാസ്റ്ററിനെ എവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന് നീ എനിക്ക് പറഞ്ഞു തരണമെന്ന് അവൻ പറഞ്ഞതും അതെനിക്ക് കഴിയില്ല എന്ന് ജിന്നിനോട് അവൻ പറയുന്നു. അത് കേട്ടതും ജിൻ ദേഷ്യത്തോടെ, എങ്കിൽ അവൻ്റെ പേരെങ്കിലും ഒന്ന് പറ എന്ന് അവനോട് ചോദിക്കുന്നു.
അവൻ കഴിയില്ല എന്ന് പറഞ്ഞതും നീ എന്താ വിചാരിക്കുന്നത് എനിക്കവനെ കണ്ടെത്താൻ കഴിയില്ലെന്നോ എന്ന് പറഞ്ഞ് അവൻ പിറുപിറുക്കുമ്പോഴാണ് അവിടേക്ക് യങ് മാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ചായയും ബായയും ഓടി വരുന്നത്. അവർ ജിന്നിൻ്റെ അടുത്തിരുന്ന് ടെൻഷനോടെ മാസ്റ്റർ നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതും അതിനവൻ ഇല്ല എനിക്ക് ചെറിയൊരു പരിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ജിൻ അങ്ങനെ പറഞ്ഞതും അയ്യോ നിങ്ങൾക്ക് പരിക്കോ എന്ന് പറഞ്ഞ് അവർ ജിന്നിനെ പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ കുഴപ്പമില്ല അത് വിട്, ഒരു ചെറിയ പരിക്കാ. അത് പറഞ്ഞ് അവൻ അവരുടെ മുഖം നോക്കിയതും അവിടെ അടിച്ച പാട് കണ്ട് എന്താ നിങ്ങളുടെ മുഖത്ത് പറ്റിയേ, അച്ഛൻ ചെയ്തതാണോ ഇത്? അതിനവർ നിങ്ങളെ ഒറ്റയ്ക്ക് ആ കാട്ടിൽ വിട്ടിട്ട് പോയതിന് ഞങ്ങൾ ഇത് അർഹിക്കുന്നു മാസ്റ്റർ. പിന്നില്ലേ മാസ്റ്റർ, ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ ഒരു ഭാഗത്തായി നിങ്ങളുടെ ഡ്രസ്സുകളെല്ലാം കിടക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്നോർത്ത് ഞങ്ങൾ പേടിച്ചു പോയി. പിന്നെയും അന്വേഷിച്ചപ്പോൾ പരിക്ക് പറ്റിയ ഒരാളെ കണ്ടു, അയാളെ ഞങ്ങൾ രക്ഷിച്ചു എന്ന് അവർ പറയുന്നു. ഇത് കേട്ട ഹുയിൻ്റെ ആള് അതെൻ്റെ ബ്രദറാണ്, എവിടെയാ എൻ്റെ ബ്രദർ ഇപ്പോൾ ഉള്ളേ എന്ന് ചോദിച്ചതും അതിന് മറുപടിയായി ബാവു ഓ അത് നിൻ്റെ ബ്രദറാണോ, പുള്ളി ഇപ്പോൾ എൻ്റെ ബെഡിലുണ്ട് എന്ന് പറഞ്ഞ് ജിന്നിനെ കഴിക്കാനായി കൊണ്ടുവച്ചത് എടുത്ത ബാവോൻ്റെ തലക്കെട്ടൊന്ന് കൊടുത്ത് ചാവോ നീ എന്തൊക്കെയാടായി പറയുന്നേ എന്ന് അവനോട് ചോദിക്കുന്നു. ബാവോനെ അടിച്ചത് കണ്ട ജിൻ അവൻ്റെ തല പിടിച്ച് തടവി കൊടുത്ത് അവനെ ആശ്വസിപ്പിച്ചതിന് ശേഷം ചാവോനോടായി ഇവനെ ഇങ്ങനെ അടിക്കല്ലേ, ഇവൻ അല്ലെങ്കിൽ ബുദ്ധി കുറച്ച് കുറവാ എന്ന് ജിൻ അവനോടായി പറയുന്നു. ജാവോ എഴുന്നേറ്റ് ഹുയിൻ്റെ ആളോട് നിങ്ങളുടെ ബ്രദറിൻ്റെ അവസ്ഥ ആദ്യം ഗുരുതരമായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറവുണ്ട് എന്നവൻ പറഞ്ഞതും അതിന് മറുപടിയായി നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല, ഞാൻ നിങ്ങളെ പിന്തുടരാം, എൻ്റെ ബ്രദറിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം എന്ന് അവൻ പറഞ്ഞതും ജിൻ എഴുന്നേറ്റ് അതെന്താ നിനക്ക് നന്ദി പ്രകടിപ്പിക്കാൻ വാക്കുകൾ കിട്ടാത്തെ, നീയും നിൻ്റെ മാസ്റ്ററും കണക്കാ, നീ എന്താ വിചാരിക്കുന്നത് ഞാൻ ആളുകളെ രക്ഷിക്കുന്നത് വെറുതെയാണെന്നോ, നിനക്ക് അയാളെ തിരികെ കൊണ്ടുവരണമല്ലേ, ശരി നിൻ്റെ മാസ്റ്ററിനോട് പറ എന്നോട് വന്ന് നന്ദി പറയാൻ, അല്ലെങ്കിൽ നിനക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ജിൻ പറഞ്ഞതും അവനെ ദേഷ്യത്തോടെ നോക്കി ഹുയിൻ്റെ ആൾ അവിടെ നിന്ന് പോകുന്നു. അവൻ പോയതും ജാവോ ജിന്നിനോടായി മാസ്റ്റർ അവൻ്റെ യങ് മാസ്റ്റർ എന്ന് പറയുന്നത് മിസ് ജങ് ആണോ എന്ന് അവൻ ചോദിച്ചതും അതിനുത്തരം പറയാതെ നീ എനിക്ക് വേണ്ടി 2 സുന്ദരികളായ പെൺകുട്ടികളെ കൊണ്ടുവാ എന്ന് അവൻ ജാവോനോടായി പറഞ്ഞതും ജാവോ ശരി മാസ്റ്റർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ഹുയിൻ്റെ ആൾ ഹുയിനോടായി ജിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നു. അവൻ അങ്ങനെ പറഞ്ഞു, ഞാൻ നേരിട്ട് പോയി അവനോട് നന്ദി പറയണമെന്ന്, ശരി പിന്നെ ആ അക്കൗണ്ട് ബുക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തണ്ട, നമുക്ക് ജിൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. അതിനവൻ ശരി മാസ്റ്റർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവൻ പോയതും ഹുയിൻ തൻ്റെ കയ്യിലെ ഒരു പെൻഡൻ്റ് എടുത്ത് നോക്കുന്നു. ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഹുയിൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവൻ്റെ അച്ഛൻ ആ പെൻഡൻ്റ് കയ്യിൽ വെച്ച് ഹുയിനോടായി ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നീ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നീ എനിക്ക് വിലയും തരണം, എങ്കിലേ നിനക്കത് കിട്ടൂ എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ പെൻഡൻ്റ് മലയുടെ അടിവാരത്തിലേക്ക് അയാൾ വലിച്ചെറിയുന്നു. നിങ്ങൾ എന്തായി കാണിച്ചത്, ആ പെൻഡൻ്റ് മാത്രമാണ് അമ്മ എനിക്കായി തന്നത്, അതിന് അവൻ്റെ അച്ഛൻ ഒന്നും നിൻ്റേതല്ല, നിൻ്റെയും നിൻ്റെ അമ്മയുടെയും എല്ലാം എൻ്റേതാണ്, നിനക്കത് വേണമെങ്കിൽ നീ തന്നെ അത് പോയി കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ നിനക്ക് ആ പെൻഡൻ്റ് കിട്ടില്ല, അഥവാ നീ അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന ശിക്ഷ നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരിക്കും. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന അവൻ്റെ അച്ഛൻ്റെ ആൾ അവൻ ചെറിയ കുട്ടിയല്ലേ, ഇവനെ കൊണ്ട് എങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റും, മാത്രമല്ല അവിടെ ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്, അതിനാൽ അവനെ കൊണ്ട് ഇത് ചെയ്യിക്കരുത് എന്ന് പറഞ്ഞതും അയാളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് ഞാൻ പറയുന്നത് എന്താണോ അവൻ അത് ചെയ്യണം, ഇവൻ മനസ്സിലാക്കണം ഇവൻ ജനിച്ചത് ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെയാണെന്ന്. പാസ്റ്റ് അവസാനിച്ചാൽ ജിന്നും കൂട്ടരും അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവന് കൂട്ടായി 2 പെൺകുട്ടികളുമുണ്ട്. അവർ അവനെ നല്ല രീതിയിൽ തന്നെ സൽക്കരിക്കുന്നു. അവന് മുന്തിരി എടുത്തു കൊടുത്തും അവനെ കൊണ്ട് വൈൻ കുടിപ്പിച്ചും അവർ അവനെ സന്തോഷിപ്പിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് തൻ്റെ മുന്നിലിരിക്കുന്നത് ഹുയിനാണെന്ന് അവന് തോന്നിയത്. അവനെന്തോ അത്ഭുതം കണ്ടതുപോലെ നോക്കി നിന്നിട്ട് ഹുയിനെ തൊടാനായി പോയതും പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൻ കൈ പിൻവലിക്കുന്നു. അപ്പോഴേക്കും അവൻ്റെ തൊണ്ടയിൽ മുന്തിരി കുടുങ്ങുന്നു. അവൻ പെട്ടെന്ന് ഒച്ച വെച്ചതും ജാവും ബാവും എന്തുപറ്റി മാസ്റ്റർ എന്ന് പറഞ്ഞ് അകത്തേക്ക് തലയിട്ട് നോക്കി ആ പെണ്ണുങ്ങളോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞ് അവർ അകത്ത് കയറിയിരിക്കുന്നു. എന്നിട്ട് ജിന്നിനോടായി ക്ഷമിക്കൂ മാസ്റ്റർ, അവർ നിങ്ങളെ നന്നായി ശ്രദ്ധിക്കും എന്ന് കരുതിയാണ് ഞാൻ അവരെ കൊണ്ടുവന്നത്, അവർ നിങ്ങളെ നന്നായി ശ്രദ്ധിച്ചില്ല അല്ലേ, അതിനു പകരം ഞാൻ വേറെ പെണ്ണുങ്ങളെ കൊണ്ടുവരട്ടെ. അത് കേട്ട ജിൻ നീ ഒന്നും ചെയ്യണ്ട, ഞാനൊരു കാര്യം ചോദിക്കാം, അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ് അവൻ അവരോട് പറയാൻ തുടങ്ങുന്നു. ഞാനിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നില്ല, പക്ഷേ ഞാൻ എവിടെ നോക്കിയാലും അയാളുടെ മുഖം മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ, അതെന്തുകൊണ്ടാ? ജിൻ പറഞ്ഞത് കേട്ട ബാവു അതിൻ്റെ അർത്ഥം നിങ്ങൾ അയാളെ പ്രണയിക്കുന്നുണ്ട് എന്നാണ് മാസ്റ്റർ. ബാവു പറയുന്നത് കേട്ട ജാവു അവനോട് നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, മാസ്റ്റർ നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കിയാൽ നിങ്ങൾ പറയുന്നത് മിസ് ജങ്ങിനെ പറ്റിയാണോ? ജാവോ ജിന്നിനോടായി ചോദിച്ചതും അല്ല, ഞാൻ അവളെ പറ്റിയല്ല പറഞ്ഞത്, ഞാൻ വേറൊരാളെ പറ്റി പറഞ്ഞതാ,
അവർ സംസാരിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെടുന്നു. വീട്ടിലേക്ക് കയറി വന്ന ജിന്നിനെ കണ്ട് അവൻ്റെ വീട്ടുകാരെല്ലാം അവൻ്റെ അടുത്തേക്ക് പോയി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവനെ പിടിച്ചു നിർത്തി ചോദിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അവൻ പറഞ്ഞതും ജിന്നിൻ്റെ അച്ഛൻ അവനോട് അല്ല നിൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവൾ എവിടെ? അച്ഛൻ ചോദിച്ചത് കേട്ടതും എന്തുത്തരം പറയുമെന്ന് ആലോചിച്ച് നിന്നിട്ട് അവൻ അച്ഛനോടായി ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. അതിനയാൾ ആണോ, നീ അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടോ? നീയല്ലേ പറഞ്ഞേ അവളില്ലാതെ പറ്റില്ല, അവളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നൊക്കെ, പിന്നെന്തു പറ്റി? അത് അച്ഛാ, ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, അതുപോലൊരു പെണ്ണ് മാത്രമാണ് ഇവള്, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് ഒരാൾ വന്നിട്ട് നീ പറഞ്ഞത് സത്യമാണോ, ഇവളും മറ്റു പെണ്ണുങ്ങളെ പോലെയാണോ? പക്ഷേ ഞാൻ കേട്ടത് നീ അവളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നാണല്ലോ. അതാരാണെന്ന് കണ്ട ജിൻ സുയിൻ നീ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നേ? അതിന് ജിന്നിൻ്റെ അച്ഛൻ അവനോട് ഞാനാണ് അവനോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്, നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, അതിന് പറ്റിയ ആൾ സുയിനാണ്, അതിനാണ് ഞാൻ അവനോട് വരാൻ പറഞ്ഞത്. അതിഷ്ടപ്പെടാതെ ജിൻ അപ്പോൾ ഞാനാണോ നിങ്ങളുടെ മകൻ അതോ സുയിനോ എന്ന് അച്ഛനോട് ചോദിച്ചതും നീ എന്തൊക്കെയാടായി പറയുന്നേ, ഇവൻ ഒരു സാധാരണക്കാരനല്ല എന്ന് നിനക്കറിയാമല്ലോ. സുയിൻ ജിന്നിൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ കൈ പിടിച്ച് ജിന്നിൻ്റെ അച്ഛനോട് അങ്കിൾ വിഷമിക്കണ്ട, ഇവനെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലോ, കുട്ടിക്കാലം മുതൽ ഇവനെ എനിക്കറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഇവൻ പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ല. അങ്കിൾ എന്നെ ഇവിടേക്ക് വിളിച്ചത് ഇവന് കുറച്ച് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനല്ലേ, അതുകൊണ്ട് ഞാൻ ഇവനെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അവനെയും കൂട്ടി സോയിൻ ജിന്നിനെയും കൂട്ടി റൂമിലേക്ക് പോകുന്നു. റൂമിലെത്തിയതും ജിന്നിനെ സോയിൻ തറയിലേക്ക് തള്ളിയിട്ട് അവിടെ പോയി ഇരിക്കുന്നു. ജിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് സോയിൻ്റെ അടുത്ത് പോയി ഇരുന്നതും സോയിൻ ജിന്നിനോട് ആരാണ് ജൻ, അവളെക്കുറിച്ച് നീ എന്നോട് പറ എന്ന് അവനോട് പറഞ്ഞതും അതിന് ജിൻ അവളെ ഞാൻ അന്ന് രക്ഷിച്ചു എന്നല്ലാതെ എനിക്ക് വേറൊന്നും തന്നെ അറിയില്ല. അവൻ പറഞ്ഞത് കേട്ട സോയിൻ ജിൻ നീ എന്താ മണ്ടനാണോ, അവളെപ്പറ്റി ഒന്നും അറിയാതെ ആണോ നീ അന്ന് ഷെന്നിനോട് അവൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയത്? ഷെന്നൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നിന്നെയും നിൻ്റെ കുടുംബത്തെയും അവൻ ഇല്ലാതാക്കിയേനെ. അത് കേട്ട് ജിൻ നീ എന്തിനാ എന്നെ എപ്പോഴും വഴക്ക് പറയുന്നേ, കുട്ടിയായിരുന്നപ്പോഴും നീ ഇങ്ങനെ തന്നെ ആയിരുന്നു. അത് കേട്ട സോയിൻ അവനോട് ശരി ശരി, ആ പെൺകുട്ടി എവിടെ നിന്നാ വന്നതെങ്കിലും നിനക്കറിയോ? ജിൻ ഇല്ല എന്ന് പറഞ്ഞതും സോയിൻ വീണ്ടും അവനെ വഴക്ക് പറയുന്നു. ഇവർ സംസാരിച്ചിരിക്കെ അവിടേക്ക് സോയിൻ്റെ ആൾ വന്ന് നിങ്ങൾ പറഞ്ഞ ആളെപ്പറ്റി ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞതും സോയിൻ തൻ്റെ ആളെയും കൂട്ടി പുറത്തേക്ക് പോകുന്നതിന് മുമ്പായി ജിന്നിനോട് നീ എവിടേക്കും പോകരുത്, ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് അവൻ പോയതും ജിന്നും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിയ ജിന്നിൻ്റെ അടുത്തേക്ക് ജാവോ വന്ന് മാസ്റ്റർ നിങ്ങൾ കാട്ടിൽ നിന്ന് മരുന്ന് കൊടുത്ത് രക്ഷിച്ച ആൾക്ക് ബോധം വന്നു എന്ന് പറഞ്ഞതും അവർ രണ്ടുപേരും അയാളെ കിടത്തിയ റൂമിലേക്ക് പോകുന്നു. ഇതേസമയം ബാവോ ആണെങ്കിൽ അയാളെ തന്നെ നോക്കി നിന്നിട്ട് ഓരോന്ന് ചോദിക്കുന്നു. പക്ഷേ അയാൾ ബാവോ ചോദിക്കുന്നതിനൊന്നും ഉത്തരം കൊടുക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ജിൻ ആ റൂമിലേക്ക് കയറിയതും ബാവോ ജിന്നിനോടായി ഇവന് സംസാരിക്കാൻ കഴിയില്ല തോന്നുന്നു മാസ്റ്റർ എന്ന് പറഞ്ഞതും ജിൻ ജാവോനെയും ബാവോനെയും റൂമിൽ നിന്ന് പുറത്താക്കി അയാളോട് തനിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. എനിക്ക് നിന്നെപ്പറ്റി അറിയാം, നീ ആരാണെന്നും നിൻ്റെ അനിയൻ ആരാണെന്നും നിൻ്റെ യങ് മാസ്റ്റർ ഹോയിൻ ഒരു പെണ്ണല്ല എന്നും എനിക്കറിയാം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതിനവൻ ശരിയാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. അല്ല നിനക്കെങ്ങനെ എൻ്റെ മാസ്റ്റർ പെണ്ണല്ല എന്ന് മനസ്സിലായി? ജിൻ അതിന് മറുപടിയായി അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, നീ നിൻ്റെ മാസ്റ്ററിനെ പറ്റി പറ. എന്നാൽ ജിൻ ചോദിച്ചതിന് ഉത്തരമൊന്നും കൊടുക്കാതെ അയാൾ ധ്യാനത്തിലിരിക്കുന്നു. ഇത് കണ്ട ജിൻ ദേഷ്യത്തിൽ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. എന്നിട്ടവൻ ജാവോനോടും ബാവോനോടും ദേഷ്യത്തിൽ സംസാരിക്കുമ്പോഴാണ് ജിൻ നീ എവിടെയാ, നിന്നോട് ഞാൻ റൂമിലിരിക്കാനല്ലേ പറഞ്ഞത് എന്ന് സൂയിൻ പറയുന്നത് അവൻ കേട്ടത്. അത് കേട്ട ജിൻ അവിടെ നിന്ന് ഓടി തൻ്റെ റൂമിലേക്ക് പോകുന്നു. സൂയിൻ ജിന്നിനെ പിടിച്ച് തറയിലേക്ക് തള്ളിയിട്ട് അവനെ വഴക്ക് പറയുന്നു. അവൻ പറയുന്നതെല്ലാം കേട്ട ജിന്നിന് ദേഷ്യം വന്നതും അവൻ എഴുന്നേറ്റ് സൂയിനെ അടിക്കാനായി പോകുന്നു. എന്നാൽ അത് തടഞ്ഞുകൊണ്ട് സൂയിൻ ജിന്നിൻ്റെ കൈ പിടിച്ച് തിരിച്ച് അവൻ്റെ അടുത്തായി നിർത്തി ജിന്നിനെ നോക്കി ചിരിക്കുന്നു. അവർ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആരോ ഒരാൾ ഈ സമയത്താണോ നിങ്ങളുടെ റൊമാൻസ് എന്ന് പറഞ്ഞത് അവർ കേട്ടത്. തലയുയർത്തി നോക്കിയ അവർ കാണുന്നത് ഹോയിനെയാണ്. സോയിൻ ജിന്നിൻ്റെ കൈവിട്ട് നീ ആരാ, നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ഹോയിനോട് ചോദിക്കുന്നു. അതിന് മറുപടിയായി ഞാൻ എൻ്റെ ആളെ കൂട്ടാൻ വന്നതാ എന്ന് അവൻ പറഞ്ഞതും അത് കേട്ട സോയിൻ നിൻ്റെ ആളോ, നിൻ്റെ ആരാ ഇവിടെയുള്ളേ? അപ്പോഴാണ് അവന് ജിന്നിനെ ഓർമ്മ വന്നത്. ഇതാണോ നീ പറഞ്ഞ മിസ് ജാങ്? പക്ഷേ ഇത് ആണാണല്ലോ. അതിന് മറുപടിയായി ജിൻ അതിന് ഞാനിത് പെണ്ണാണെന്ന് പറഞ്ഞില്ലല്ലോ. അവർ ഇങ്ങനെ സംസാരിക്കുകയാണ് ദൂരെ നിന്ന് ഒരു ശബ്ദം അവർ കേൾക്കുന്നത്. അവർ അവിടേക്ക് പോകുന്നു. സോയിൻ്റെ ആളുകളും ഹൂവിൻ്റെ ആളുകളും പരസ്പരം ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അവിടേക്ക് അവർ പോകുന്നു. നിൻ്റെ ആളുകൾ എൻ്റെ ആളിനെയോ അവരുടെ വീട്ടിലുള്ള ആളുകളെയോ എന്തെങ്കിലും ചെയ്താൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് ജിൻ സോയിനോട് പറഞ്ഞതും അതിന് മറുപടിയായി സോയിൻ ജിന്നിനെ തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് ഞാനും നിനക്കൊരു മുന്നറിയിപ്പ് തരാം, ഞാൻ ചെയ്യുന്ന കാര്യത്തിന് തടസ്സം നിന്നാൽ നിന്നെ ഞാൻ നഗ്നനാക്കി നമ്മുടെ നാടിൻ്റെ ഗേറ്റിന് മുന്നിൽ കെട്ടിയിടും.
സോയിൻ അങ്ങനെ പറഞ്ഞതും ജിൻ ഒന്ന് പേടിക്കുന്നു. ഈ സമയം ഹോയിൻ ജിന്നിനോട് നീ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഇവിടേക്ക് വന്നത്, എൻ്റെ ആളുകളെ കൂട്ടിക്കൊണ്ടുപോകാൻ. പക്ഷേ നിങ്ങൾ എൻ്റെ ആളുകളെ വിടുന്ന ലക്ഷണമില്ലല്ലോ. അതിനുത്തരം പറയാൻ നിന്ന ജിന്നിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഹോയിനോടായി സോയിൻ, നിനക്ക് നിൻ്റെ ആളെ കൂട്ടിക്കൊണ്ടു പോവാം, പക്ഷേ അയാൾക്ക് ഇനിയും മുറിവുകൾ ഭേദമായിട്ടില്ല. ഇപ്പോൾ അയാളെ കൊണ്ടുപോയാൽ അയാൾക്ക് എന്തെങ്കിലും പറ്റിയാലോ. അതുകൊണ്ട് ഒരു 2-3 ദിവസം നിങ്ങളിവിടെ താമസിച്ച് നിൻ്റെ ആളിൻ്റെ മുറിവെല്ലാം മാറിയ ശേഷം അയാളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാം. ഇത് കേട്ട ഹോയിൻ, ശരി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. എൻ്റെ ആൾക്ക് സുഖമാവുന്നതുവരെ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് ഹോയിൻ പറഞ്ഞതും അത് കേട്ട ജിന്നിന് നല്ല സന്തോഷമാവുന്നു. അവൻ ചിരിയോടെ തൻ്റെ ആളുകളോട് ഹോയിന് വേണ്ടി ഒരു മുറി ഒരുക്കി വെക്കാൻ പറയുന്നു. എന്നിട്ടവൻ ഹോയിനെ നോക്കി നിൽക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹോയിന് താമസിക്കാനുള്ള റൂം ഒരുക്കുന്ന തിരക്കിലായിരുന്നു ജിൻ. ജിന്നിൻ്റെ അടുത്ത് ബാവു പോയിട്ട്, മാസ്റ്റർ, നിങ്ങൾ ഇപ്പോഴും ഹോയിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതും, ഞാനെന്തിനാ അവനെ സ്നേഹിക്കണം? ഞാൻ എന്തിനാണ് ഈ റൂം ഒരുക്കുന്നതെന്ന് നിനക്കറിയോ? അവൻ എന്നെ സ്നേഹിക്കാൻ വേണ്ടി. അവസാനം അവൻ എന്നെ സ്നേഹിച്ച് തുടങ്ങിയാൽ ഞാൻ അവനെ പറ്റിക്കും. അവൻ എങ്ങനെയാണോ എന്നെ പറ്റിച്ചത് അതുപോലെ ഞാൻ അവനെയും പറ്റിക്കും. ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത് ഹോയിൻ കാണുന്നുണ്ടെങ്കിലും എന്താണ് അവർ തമ്മിൽ സംസാരിക്കുന്നതെന്ന് അവന് കേൾക്കാൻ സാധിച്ചില്ല. അവൻ തൻ്റെ വാളുമെടുത്ത് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇതേ സമയം ജിന്നിൻ്റെ അച്ഛനും സോയിനും തമ്മിൽ സംസാരിക്കുന്നു. ജിൻ സ്നേഹിച്ചത് ഒരു പെണ്ണിനെയല്ല ആണിനെയാണെന്ന് അവൻ അയാളോട് പറയുന്നു. അത് കേട്ട ജിന്നിൻ്റെ അച്ഛൻ ജിന്നിനെ കുറ്റപ്പെടുത്തുന്നു. അവൻ എന്തിനാ ഇങ്ങനെ മണ്ടത്തരം ചെയ്യുന്നേ? ഒരാണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ പോലുമുള്ള വകതിരിവ് അവനില്ല. അത് കേട്ട് സോയിൻ, അത് വിട് അങ്കിൾ, അവൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ അവന് പറ്റുന്നത്. അതിനയാൾ, ഇല്ല, അവൻ ഒരിക്കലും മാറില്ല. ഇതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ആ ഹോയിനെ കൊല്ലുക എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റതും സോയിൻ അത് തടയുന്നു. അപ്പോഴവിടേക്ക് സോയിൻ്റെ ആൾ വന്ന് അവനൊരു കത്ത് കൊടുക്കുന്നു. അവനത് വായിച്ചു നോക്കുന്നു. ജിന്നിൻ്റെ അച്ഛൻ വരുന്നത് കണ്ട് അവനത് മടക്കി തൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെക്കുന്നു. എന്താ അതെന്ന് അയാൾ ചോദിച്ചതും, ഇത് മുത്തച്ഛൻ അയച്ചതാ, എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് പോലും. പിന്നെ നിങ്ങൾ ആ ഹോയിനെ ഒന്നും ചെയ്യരുത്. അവൻ എന്തിനാണ് ഇവിടേക്ക് വേഷം മാറി വന്നതെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അവൻ പോയതും ജിന്നിൻ്റെ അമ്മ അയാളുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ജിന്നിൻ്റെ അച്ഛനോടായി, എനിക്ക് സോയിനെ സംശയമുണ്ട്, അവൻ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞതും അതിന് മറുപടിയായി അയാൾ, നീ പേടിക്കുകയൊന്നും വേണ്ട, അവൻ നല്ല പയ്യനാ. പിന്നെ അക്കൗണ്ട് ബുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ആരും നമ്മളെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവരെ അയാൾ ആശ്വസിപ്പിക്കുന്നു. അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് സോയിൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി ജാവോനും ബാവോനും കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഹുയിനെ ശ്രദ്ധിക്കണമെന്നും ഇവിടെ എന്ത് തന്നെ നടന്നാലും എന്നെ അറിയിക്കണമെന്നും അവൻ അവരോട് പറയുന്നു. അപ്പോഴവിടേക്ക് ജിൻ വന്ന്, നിങ്ങൾ എന്താ ഇവിടെ രഹസ്യമായി സംസാരിക്കുന്നേ എന്ന് അവരോടായി ചോദിക്കുന്നു. അതിന് മറുപടിയായി സോയിൻ, ഞാൻ ഇവിടെ നിന്ന് അനാനിലേക്ക് പോവുകയാണ് എന്ന് അവൻ പറയുന്നു. ജിൻ അത് കേട്ടതും, അനാനിലേക്കോ? നീ നിൻ്റെ മുത്തച്ഛൻ്റെ അടുത്തേക്കാണോ പോകുന്നേ? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് ചിരിച്ചുകൊണ്ട് സോയിൻ ജിന്നിനോട്, അത് ഞാൻ നിന്നോട് പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവുമോ എന്ന് ചോദിച്ചതും, എന്താ, എനിക്കത് മനസ്സിലാവുമെന്ന് ജിൻ മറുപടിയും പറയുന്നു. ജിന്നിനെ മാറ്റി നിർത്തിക്കൊണ്ട് സോയിൻ അവനോട്, നീ ഹോയിനെ അധികം വിശ്വസിക്കണ്ട, അവൻ എന്തൊക്കെയോ ഉദ്ദേശം വെച്ചാണ് ഹോയ് ജോയിലേക്ക് വന്നത്. അതിന് മറുപടിയായി ജിൻ, എനിക്കറിയാം എന്ന് പറഞ്ഞ് സോയിനെ നോക്കി കൊഞ്ഞണം കുത്തി അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ഹുയിനും അവൻ്റെ ആളും സോയിന് വന്ന കത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ജിൻ വന്നത് ഹുയിൻ കാണുന്നത്. തൻ്റെ ആളോട് പോകാൻ പറഞ്ഞ് ഹുയിൻ അവിടെ തന്നെ നിൽക്കുന്നു. ഹുയിൻ്റെ അടുത്തേക്ക് ജിൻ വന്നു. ജിന്നിനെ കണ്ട ഹുയിൻ അവനോടായി, അന്ന് നമ്മൾക്കിടയിൽ നടന്നത് നീ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് അവൻ ചോദിച്ചതും, ഞാൻ എങ്ങനെ ഇതൊക്കെ ആളുകളോട് പറയുമെന്ന് ജിൻ മറുപടിയും പറയുന്നു. അതിന് ഹുയിൻ, നീ പറയാതിരിക്കുന്നതാണ് നല്ലത്, നീ എങ്ങാനും ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് അവൻ പറഞ്ഞതും, ഇത് എൻ്റെ വീടാ, ഇവിടുന്ന് തന്നെ നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അത് വീട്, ഞാൻ നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ പ്രണയിക്കാൻ തുടങ്ങിയതാണ്, ഇപ്പോഴും പ്രണയിക്കുന്നു. നീ ഒരാണാണ് എന്നത് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഹോയിൻ്റെ കൈ പിടിക്കാൻ നോക്കിയ ജിന്നിൻ്റെ കൈ ഹോയിൻ തട്ടിമാറ്റുന്നു. ജിൻ ബാലൻസ് തെറ്റി താഴെ വീഴുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ജിൻ അവനോട്, ഞാൻ എന്ത് റിസ്ക് എടുത്തിട്ടാണ് നിന്നെ അന്ന് രക്ഷിച്ചേ, എന്നിട്ടാണ് നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ. എനിക്കറിയാം അന്ന് നീ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് ബോധത്തോടെയല്ല എന്ന്. എനിക്ക് നിന്നെ ആ മരുന്നിൽ നിന്ന് രക്ഷിക്കാനുമായില്ല, നമുക്കിടയിൽ അത് സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കൊന്നും കൂടി പ്രണയിച്ചൂടെ എന്ന് പറഞ്ഞ് ഹോയിൻ്റെ കൈ പിടിക്കാൻ പോയതും ഹുയിൻ അത് തട്ടിമാറ്റുന്നു. അതിഷ്ടപ്പെടാതെ ജിൻ വീണ്ടും അവനെ തൊടാനായി പോയതും ഹുയിൻ അതിന് അനുവദിക്കാതെ അവിടെ നിന്ന് പോയി തൻ്റെ റൂമിലേക്ക് കയറി ധ്യാനത്തിലിരിക്കുന്നു. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ചെറിയ കുട്ടിയായിരുന്ന ഹുയിൻ അടികൊണ്ട് തറയിൽ കിടക്കുന്നു. അവനോട് അവൻ്റെ അച്ഛൻ, ഞാനും നിൻ്റെ അമ്മയും പരസ്പരം ഒരുപാട് കാലം പ്രണയിച്ചവരാണ്, ആരെ കൊണ്ടും ഞങ്ങളെ അകറ്റാൻ കഴിയില്ല, നിന്നെ കൊണ്ടുപോലും. എൻ്റെ 6ാമത്തെ വയസ്സ് മുതൽ ഞാൻ അവളെ പ്രണയിക്കാൻ തുടങ്ങിയതാണെന്ന് അയാൾ പറഞ്ഞതും ഇതെല്ലാം കേട്ട ഹുയിൻ അച്ഛനോട്,
ആത്മാർത്ഥ പ്രണയമോ? എന്നിട്ടെന്താ അമ്മ മറ്റൊരാളുടെ ഭാര്യ ആയതെന്ന് അവൻ ചോദിച്ചതും അതിഷ്ടപ്പെടാതെ അയാൾ അവനെ ചാട്ടവാറുകൊണ്ട് അടിക്കുന്നു. ധ്യാനത്തിൽ നിന്നുണർന്ന ഹോയിൻ ജിൻ തന്നെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ കാര്യവും ജിന്നിനെ കാണാനായി വന്നപ്പോൾ സൂയിനും ജിന്നിനും തമ്മിലുണ്ടായ രംഗവും അവൻ ഓർക്കുന്നു. അടുത്ത സീനിൽ ജിന്നും ജിന്നിൻ്റെ അമ്മയും സംസാരിക്കുന്നു. അവൻ്റെ അമ്മ ജിന്നിനോടായി ഹുയിൻ ഒരു മോശം ആളാണ് എന്നാണ് സൂയിൻ പറഞ്ഞത്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് പെരുമാറുമ്പോൾ നീ കുറച്ച് സൂക്ഷിക്കണമെന്ന് അവർ പറഞ്ഞതും അതിന് മറുപടിയായി ജിൻ സൂയിൻ പറഞ്ഞതെല്ലാം വിശ്വസിക്കേണ്ട അമ്മയെന്ന് അവൻ അവരോട് പറയുന്നു. ശരി ശരി, അതൊക്കെ വിട്, ഞാൻ നിനക്കൊരു പെണ്ണിനെ അന്വേഷിക്കട്ടെ കല്യാണം കഴിക്കാനെന്ന് അവർ പറഞ്ഞതും അതിനവൻ മറുപടിയൊന്നും കൊടുക്കാതെ അമ്മ എനിക്ക് നല്ല ക്ഷീണം, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റതും ശരി എന്നാൽ നീ പോയി കിടന്നോ എന്ന് പറഞ്ഞ് അവനെ കിടത്തി അമ്മ പുതപ്പിച്ചു കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. അമ്മ പോയത് കണ്ട് ജിൻ എഴുന്നേറ്റിരുന്ന് എന്തോ ആലോചിച്ചിരിക്കുന്നു. അടുത്ത ഭാഗത്ത് ഷെന്നിനെ കാണിക്കുന്നു. അവൻ അവൻ്റെ ആളോട് ദേഷ്യത്തിൽ നിങ്ങൾക്ക് ആ ഹുയിനെ കൊല്ലാൻ കഴിഞ്ഞില്ല അല്ലേ, അവൻ എല്ലാവരെയും കൊന്നു, പക്ഷേ അവനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അതിനയാൾ ക്ഷമിക്കണം രാജാവേ എന്ന് പറഞ്ഞ് വീണ്ടും പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയാൻ തുടങ്ങുന്നു. രണ്ടാമത്തെ രാജാവിൻ്റെ പടയാളികൾ കൂടുതൽ ശക്തരായിക്കൊണ്ടിരിക്കുകയാണ്. അവർ എല്ലാ രാജ്യങ്ങളെയും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പല പ്രധാനപ്പെട്ട സാധനങ്ങളും കാണാതെ പോകുന്നുമുണ്ട്. നമ്മൾ അവർക്കെതിരെ നല്ലൊരു പ്ലാൻ തന്നെ ഒരുക്കണമെന്ന് അയാൾ പറയുന്നു. അതിനുത്തരമായി ഷെൻ അയാളോട് നമ്മുടെ ഒരാളെ രാജാവിൻ്റെ അടുത്തേക്ക് അയക്കണം, എന്നിട്ട് കാര്യം അവതരിപ്പിക്കണം. അതിന് അയാൾ ഓക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം മറ്റൊരു രാജാവിനെ കാണിക്കുന്നു. അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറിപ്പ് അയാളുടെ മകൻ്റെ കയ്യിൽ കൊടുത്ത് നിനക്കിതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചതും അത് അവൻ വാങ്ങി വായിച്ചതിന് ശേഷം അതിന് മറുപടി പറയാൻ തുടങ്ങുന്നു. രണ്ടാമത്തെ രാജാവ് എൻ്റെ സ്വന്തം അങ്കിളാണ്, പക്ഷേ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല. ജനങ്ങൾക്ക് വേണ്ടി നല്ലതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. ഇതുപോലെ തുടർന്നു പോയാൽ അയാളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ജനങ്ങളാണ് വലുത്. അതുകൊണ്ട് ഞാൻ നാലാമത്തെ അങ്കിളിനെ സപ്പോർട്ട് ചെയ്യും എന്നവൻ പറയുന്നു. അതിന് രാജാവ് ശരി, നീ എന്താണോ തീരുമാനിച്ചത് അത് നീ നടപ്പിലാക്കിക്കോ എന്ന് പറഞ്ഞ് അവനോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. അവൻ അവിടെ നിന്ന് പോയതും അവിടേക്ക് മന്ത്രി വരുന്നു. മന്ത്രിയെ കണ്ട രാജാവ് അയാളോട് പുലി ഒരിടത്തു നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടേക്ക് തിരികെ വരാൻ പാടില്ല, എന്നാൽ ഇപ്പോൾ പുലി തിരികെ വരാൻ ശ്രമിക്കുന്നുണ്ട്, അതും ശക്തമായി. ഇതിന് ഞാൻ എന്തു ചെയ്യുമെന്ന് രാജാവ് ചോദിക്കുന്നു. രാജാവ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന മന്ത്രിയെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.